കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, വീണ്ടും നമുക്കൊരുമിച്ച കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ, പഠിക്കുവാൻ വളരെ താല്പര്യത്തോടെ ഈ TV സ്ക്രീനിന് മുന്നിൽ ആയിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനും ദൈവവചനത്തിൻ്റെ മാർമിക രഹസ്യങ്ങളെ കണ്ടെത്തുവാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനത്തിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നാളിലും നമുക്ക് ഇങ്ങനെ അവസരം ലഭിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ നമുക്ക് വളരെ പ്രയോജനകരമാക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരാം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം തിരുവചനത്തിലെ ഭാഗ്യവാന്മാർ എന്ന വിഷയമാണല്ലോ. തിരുവചനത്തിലെ ഭാഗ്യവാന്മാർ. കഴിഞ്ഞ 8 എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 9ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. ചിന്തയ്ക്കാധാരമായി ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വായിക്കാം. വെളിപ്പാട് പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപ്പാട് പ്രവചനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. ആധുനികതയുടെ മട്ടുപ്പാവിൽ പണക്കൊഴുപ്പിൽ വളർന്നു വരുന്ന ഒരു തലമുറയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷന് ആത്മീയത അലർജിയായി തീർന്നിരിക്കുന്നു. പ്രമാണവും കൽപ്പനയും വിശുദ്ധ ജീവിതവും എന്നൊക്കെ കേൾക്കുന്നത് തന്നെ ഇന്ന് പ്രയാസമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൈമാറിയ പല ജീവിത നന്മകളും ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായി തീർന്നിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ എന്തെങ്കിലും നമുക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ലഭിച്ച ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളായിരുന്നു. എന്നാൽ ഇന്നോ ഭൗതിക നന്മകൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ആധുനിക മനുഷ്യന് ദൈവവചനം വായിക്കുന്നതിനോ ദൈവവചനം പഠിക്കുന്നതിനോ ഇന്ന് സമയം ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഈ തലമുറയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്താണ് പറയാനുള്ളത്? വെളിപ്പാട് 1:3 നാം വായിച്ചല്ലോ: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിന് ഒരു പ്രധാന കാരണമുണ്ട്. നാം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്താനുള്ള കാരണം, ഈ പ്രവചനത്തിൽ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിക്കേണ്ടതും എല്ലാവരും അനുസരിക്കേണ്ടതുമായ ഒരു സുവിശേഷമുണ്ട്. നാം വെളിപ്പാട് പ്രവചനം അതിൻ്റെ 14-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് 14:6 അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വെളിപ്പാട് പ്രവചനം അതിൻ്റെ 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, വെളിപ്പാട് 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ ഒരു നിത്യ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 ദൂതന്മാരുടെ ദൂതുകൾ. 3 ദൂതന്മാരുടെ ദൂതുകൾ. അതിൽ നാം എന്താണ് കേട്ടത്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ 1-ാം ദൂതൻ്റെ ദൂത്, 2-ാം ദൂതൻ്റെ ദൂത് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കേൾക്കുകയുണ്ടായി. ഇന്ന് നാം 3-ാം ദൂതൻ്റെ ദൂതിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. 3-ാം ദൂതൻ്റെ ദൂത് എന്താണ്? 3-ാം ദൂതൻ
ലോകത്തോട് വിളിച്ചു പറയുന്നത് വെളിപ്പാട് പ്രവചനം 14 അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 14 9 മുതൽ 12 വരെ. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്ന ഏവനും ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങിക്കൊണ്ടിരിക്കും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇവിടെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവരുടെ മേൽ വരുന്ന അതിഭയങ്കരമായ പീഡനത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം വെളിപ്പാട് പ്രവചനം അതിൻ്റെ 15 അധ്യായം 16 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് തൊട്ട് മുമ്പ് ഈ ഭൂമിയിൽ അയക്കപ്പെടേണ്ടതും ഇതുവരെ മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ലാത്തതുമായ അതിഭയങ്കരമായ 7 ബാധകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 15 അധ്യായം വെളിപ്പാട് 15 അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അപ്പം നമുക്കൊരു സംശയം ന്യായമായിട്ടും ഈ ഭാഗം വായിക്കുമ്പോൾ ഉണ്ടാകും. അതായത് സർവകൃപാലുവായ ദൈവം, മഹാകരുണയും മനസ്സലുമുള്ള നമ്മുടെ കർത്താവ്, നമ്മെ രക്ഷിക്കുവാൻ തൻ്റെ സ്വന്തം ജീവൻ പോലും മറുവിലയായി തന്ന നമ്മുടെ കർത്താവ് ഇപ്രകാരമുള്ള ദണ്ഡനങ്ങളാൽ മനുഷ്യനെ ദണ്ഡിപ്പിക്കുമോ? അഗ്നിഗന്ധകങ്ങളിലെ ദണ്ഡനത്തിന് ഏൽപ്പിക്കുമോ? നാം വചനം പഠിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം ആരെയും ദണ്ഡിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, മൃഗത്തിൻ്റെ മുദ്ര ഏറ്റവരായിരിക്കും ഈ ദണ്ഡനത്തിന് ഇരയായിത്തീരുക. നാം ദൈവത്തിൻ്റെ മുദ്ര ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ പീഡനത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പ്രവചനം അതിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. വെളിപ്പാട് പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും ഞാൻ കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച ദൂതന്മാരോട്, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും യാതൊരു വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്താ വായിച്ചത്? അപ്പം ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുന്ന ഒരനുഭവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവരും ഉണ്ട്. ഈ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്കാണ് ദണ്ഡനം അനുഭവിക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ മൃഗം ആരാണെന്നും മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്നും ദൈവത്തിൻ്റെ മുദ്ര എന്താണെന്നും ഒക്കെ നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം എന്തുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാരണം മൃഗമാരാണെന്നും മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്നും ദൈവത്തിൻ്റെ മുദ്ര എന്താണെന്നും നാം എങ്ങനെ ഈ അന്ത്യകാലത്തായിരിക്കണമെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന പ്രവചനമാണ് വെളിപ്പാട് പ്രവചനവും ദാനിയേൽ പ്രവചനവും. അതുകൊണ്ടാണ് ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാ പറയുന്നത്. തിരുവചനം പഠിക്കുമ്പോൾ പ്രവചനങ്ങൾ എല്ലാം അനേകം സാദൃശ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആർക്കും വചനത്തെ സ്വയമായി വ്യാഖ്യാനിക്കുവാൻ സാധ്യമല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുവാനും പാടില്ല.
തിരുവചനം എന്താ പറയുന്നത്? 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 1 പത്രോസ് 1:20. തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. വാക്യം വ്യക്തമായോ? തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. എന്ന് പറഞ്ഞാൽ തിരുവചനത്തെ നാം തിരുവചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ പ്രവചനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യാഖ്യാനം തിരുവഴുത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തിരുവഴുത്തിനെ തിരുവെഴുത്തുകൊണ്ട് വ്യാഖ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് 14 പറഞ്ഞിരിക്കുന്നതും നാം നമസ്കരിപ്പാൻ പാടില്ലാത്തതുമായ മൃഗം ആരാണ്? നാം വെളിപ്പാട് പ്രവചനം പഠിക്കുമ്പോൾ വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ ഒരു മൃഗത്തെപ്പറ്റി പറയുന്നുണ്ട്. അതേ മൃഗത്തെപ്പറ്റി തന്നെയാണ് 14-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വിശുദ്ധ തിരുവഴുത്തിലെ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനവും പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പ്രവചനവും രണ്ടും 27-ാമത്തെ പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങളും അന്ത്യകാലത്തേക്കുള്ള പ്രവചന മുന്നറിയിപ്പുകളാണ്. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പ്രവചനം നാം പഠിക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനം കൂടെ ചേർത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പ്രവചനവും പരസ്പരം പൂരകങ്ങളാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേലിന് ലഭിച്ച ദർശനവും വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ യോഹന്നാന് ലഭിച്ച ദർശനവും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കാം. വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വെളിപ്പാട് 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു: അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കരേറി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇവിടെ എന്താ നമ്മൾ കണ്ടത്? വെളിപ്പാട് പ്രവചനത്തിൽ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. എന്താണ്? 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കരേറി വരുന്നു. എന്താ മൃഗത്തിൻ്റെ പ്രത്യേകത? അത് പുള്ളിപ്പുലിക്ക് സദൃശമാണ്. അതിൻ്റെ കാൽ കരടിയോടെ ഒത്തിരിക്കുന്നു. അതിൻ്റെ വായ് സിംഹത്തിൻ്റെ വായ് പോലെ ഉള്ളതാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തിരുവചന വെളിച്ചത്തിൽ നമുക്ക് ഈ മൃഗത്തെ ഒന്ന് പരിശോധിക്കാം. ഈ മൃഗം എവിടെ നിന്നാണ് കയറി വരുന്നത്? ഇത് സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത്. തിരുവഴുത്തിൽ സമുദ്രം എന്തിനെ സൂചിപ്പിക്കുന്നു? തിരുവഴുത്തിനെ തിരുവഴുത്തുകൊണ്ട് വ്യാഖ്യാനിക്കണമല്ലോ. തിരുവഴുത്തിൽ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പാട് 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. വെളിപ്പാട് 17:15 അവിടെ ഇങ്ങനെ പറയുന്നു: പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും അത്രേ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താണ് വെള്ളം അഥവാ സമുദ്രം? പ്രവചനത്തിൽ വെള്ളം അഥവാ സമുദ്രം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെയും രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗത്തെ തന്നെയാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ടതും. അപ്പം വെളിപ്പാടും ദാനിയേലും ഒരുപോലെ പരസ്പര പൂരകങ്ങളാണ്. സംശയമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 1 മുതൽ 8 വരെ. ബാബേൽ രാജാവായ ബേൽശസ്സരിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നമെഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വരുന്നത് ഞാൻ കണ്ടു. ഒന്നാമത്തെ മൃഗം സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചിറക പറഞ്ഞുപോയി. അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു.
പിന്നെ ഞാൻ രണ്ടാമതൊരു മൃഗത്തെ കണ്ടു. അത് കരടിക്ക് സദൃശമായ മൃഗമായിരുന്നു. അത് പാർശ്വം ഉയർത്തിയും പല്ലിൻ്റെ ഇടയിൽ 3 വാരിയെല്ല കടിച്ച് പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മൂന്നാമതൊരു മൃഗത്തെ കണ്ടു. എന്താണ് മൂന്നാമത്തെ മൃഗം? മൂന്നാമത്തെ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശമായ ഒരു മൃഗം. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. തന്നെയുമല്ല, ഈ മൃഗത്തിന് 4 തലകളുണ്ടായിരുന്നു. അതിന് വലിയ അധികാരവും ലഭിച്ചു. പിന്നെ ദാനിയേൽ താഴ്ത്തു വരികയാണ്. പിന്നെയും ഞാൻ രാത്രി ദർശനത്തിൽ ഘോരവും അതിഭയങ്കരവുമായ 4മതൊരു മൃഗത്തെ കണ്ടു. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഞാൻ മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് അത് വ്യത്യാസമുള്ളതായിരുന്നു. എന്താണ് ആ മൃഗത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ തലയിൽ 10 കൊമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അപ്പോൾ ആ കൊമ്പന് മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേൽ കാണുന്നതും വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്നതും ഒരേ ദർശനമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പം രണ്ടുപേരും 4 മൃഗങ്ങളെ കാണുന്നു. ചോദ്യം, ഈ 4 മൃഗങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? വിശുദ്ധ വേദപുസ്തകം ഇതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. ഈ 4 മൃഗങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? നോക്കാം. ദാനിയേൽ 7:17. ദാനിയേൽ 7:17 എന്ന് പറയുന്നു, ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. അപ്പോൾ ഈ കണ്ട 4 മൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പ്രവചനത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഈ 4 മൃഗങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരും അവരുടെ സാമ്രാജ്യങ്ങളും ആയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ചരിത്രം പഠിച്ചാൽ അങ്ങനെ 4 സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ സാമ്രാജ്യങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന സിംഹത്തോട് സദൃശമായ മൃഗം അഥവാ സാമ്രാജ്യം ഏതാണ്? BC 606 മുതൽ BC 538 വരെ ലോകത്തെ ഭരിച്ച ബാബിലോണിയൻ സാമ്രാജ്യം. സിംഹം അടയാളമായിട്ടുള്ള ബാബിലോണിയ സാമ്രാജ്യത്തെയാണ് 1-ാമത്തെ മൃഗം സൂചിപ്പിക്കുന്നത്. ഇനി ദാനിയേൽ 7:5 പറഞ്ഞിരിക്കുന്ന കരടിക്ക് സദൃശമായ മൃഗം അഥവാ സാമ്രാജ്യം ഏതാണ്? അത് BC 538 മുതൽ BC 331 വരെ ലോകത്തെ ഭരിച്ച മേദ്യ പേർഷ്യ സാമ്രാജ്യം. വീണ്ടും ദാനിയേൽ 7:6 പറയുന്ന പുള്ളിപ്പുലിക്ക് സദൃശമായ മൃഗം ഏതാണ്? അത് BC 331 മുതൽ BC 168 വരെ ലോകത്തെ ഭരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം. നാം ഈ പുള്ളിപ്പുലിയെക്കുറിച്ച് ദാനിയേൽ ദർശനം കണ്ടപ്പോൾ എന്താ കണ്ടത്? അതിന് 4 തലകൾ ഉണ്ടായിരുന്നു. ഈ 4 തലകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അലക്സാണ്ടർ ചക്രവർത്തി, നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ യൗവനത്തിൽ ലോകത്തോട് വിട പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ 4 സർവ്വ സൈന്യാധിപന്മാർ വിഭാഗിച്ചെടുത്തു. കസാണ്ടർ, ലിസിമക്കസ്, സെലൂക്കസ്, ടോളമി തുടങ്ങിയ 4 സർവ്വ സൈന്യാധിപന്മാർ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിഭാഗിച്ചെടുത്തു. അതാണ് ഈ 4 തലകൾ സൂചിപ്പിക്കുന്നത്. വീണ്ടും ദാനിയേൽ 7:7 പറയുന്ന ഘോരവും അതിഭയങ്കരവുമായ മൃഗം ഏതാണ്? അത് BC 168 മുതൽ AD 476 വരെ ലോകത്തെ ഭരിച്ച മൈറ്റി റോമൻ എംപയർ, മഹത്തായ റോമാ സാമ്രാജ്യമാണ്. അപ്പോൾ ദാനിയേൽ 7:24 പറയുന്നു, ഈ ദാനിയേൽ 7:7 ഈ മൃഗത്തിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ 10 കൊമ്പുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ദാനിയേൽ 7:24 പറയുന്നു, ആ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. ചരിത്രത്തിൽ അങ്ങനെ 10 രാജാക്കന്മാർ എഴുന്നേറ്റോ? നാം ചരിത്രം പഠിച്ചാൽ റോമാ സാമ്രാജ്യം AD 476 തകർന്ന തരിപ്പണമായി. ആ റോമാ സാമ്രാജ്യം തകർന്ന തരിപ്പണമായപ്പോൾ 10 രാജ്യങ്ങൾ ഉടലെടുത്തു. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഹെറോളി, വാൻഡൽസ്, ഓസ്ട്രോഗോത്സ് തുടങ്ങിയ 10 രാജ്യങ്ങളായിട്ട് റോമാ സാമ്രാജ്യം വിഭാഗിക്കപ്പെട്ടു. വീണ്ടും ദാനിയേൽ 7:24 പറയുന്നു,
അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും, അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. ദാനിയേൽ 7:8 ഇങ്ങനെ പറയുന്നു, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു, അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ ഹെറൂളി, വാൻഡൽസ്, ഓസ്ട്രോഗോത്സ് എന്നീ 3 രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ കൊമ്പ് മുളച്ചു വന്നു. ഇതാണ് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്ന മൃഗം, നമസ്കരിപ്പാൻ പാടില്ലാത്ത മൃഗം. വെളിപ്പാട് 14:9-11 പറയുന്നു, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്ന ഏവനും ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. അപ്പോൾ ഈ മൃഗത്തെ നമസ്കരിപ്പാൻ പാടില്ല. അപ്പോൾ ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1, ദാനിയേൽ 7:8 പറയുന്നു, ഇത് റോമാ സാമ്രാജ്യം 10 പിരിഞ്ഞ രാജ്യങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായി വന്ന രാജ്യമാണ്. 2, ഇത് AD 476 ശേഷം ഉടലെടുത്ത രാജ്യമാണ്. ദാനിയേൽ 7:8 പറയുന്നു, ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. വീണ്ടും ദാനിയേൽ 7:8 പറയുന്നു, ചരിത്രത്തിൽ ഹെറൂളി, വാൻഡൽസ്, ഓസ്ട്രോഗോസ് തുടങ്ങിയ 3 രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഉടലെടുത്ത രാജ്യമാണ്. വീണ്ടും ദാനിയേൽ 7:8 പറയുന്നു, ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ഒരു മനുഷ്യനാണ്. വീണ്ടും ദാനിയേൽ 7:24 പറയുന്നു, ഇത് ലോക രാഷ്ട്രങ്ങളിൽ വെച്ച് വ്യത്യസ്തമായ ഒരു രാജ്യമാണ്. വീണ്ടും ദാനിയേൽ 7:25 പറയുന്നു, അത് ദൈവദൂഷണം പറയുന്ന രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായത് പലതും ലോകത്തെ പഠിപ്പിക്കുന്ന രാജ്യമാണ്. ദാനിയേൽ 7:25 പറയുന്നു, അത് ദൈവത്തിന്റെ നിയമത്തെയും സമയത്തെയും മാറ്റുന്ന രാജ്യമാണ്. അങ്ങനെ നിയമത്തെ മാറ്റിയോ? ദൈവത്തിന്റെ 10 കൽപ്പനയിലെ 2ാമത്തെ കൽപ്പന എടുത്ത് ദൂരെ കളഞ്ഞു. എന്താ കാരണം? മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലുമുള്ള പലതിൻ്റെയും രൂപസാദൃശ്യങ്ങൾ ഇന്ന് ദൈവാലയങ്ങളിൽ നിറഞ്ഞിരിക്കുമ്പോൾ അത് മാറ്റാതിരിക്കുവാൻ തരമില്ല. അങ്ങനെ ദൈവത്തിന്റെ നിയമത്തെ മാറ്റി. ഇനി സമയത്തെ മാറ്റിയോ? AD 336 ലവോദിക്ക സുന്നഹദോസിൽ വെച്ച് ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസമാകുന്ന വിശുദ്ധ ശബത്തിലുള്ള ആരാധനയ്ക്ക് പകരം ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസത്തിലുള്ള ആരാധന ഈ മൃഗം നടപ്പിലാക്കി. അങ്ങനെ സമയത്തെയും നിയമത്തെയും മാറ്റി. അതുകൊണ്ട് തിരുവചനം എന്തു പറയുന്നു? ഇപ്രകാരം ദൈവത്തിന്റെ സമയത്തെയും നിയമത്തെയും മാറ്റുന്ന ശക്തിയാണ് മൃഗം എന്ന ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തിരുവചനം പറയുന്നു, വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. ചോദിക്കട്ടെ, നാം ആരെ അനുസരിക്കുന്നവരാണ്? എന്തുകൊണ്ടാണ് ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ഈ മൃഗത്തെക്കുറിച്ചും അതിൻ്റെ തെറ്റായ ദുരുപദേശങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ബോധം നൽകുന്നത് ഈ പ്രവചനമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ പ്രവചനം വായിച്ച പഠിച്ച് നാം ദൈവ വഴികളിൽ നടക്കുവാൻ, മൃഗത്തിനും അതിൻ്റെ കൽപ്പനകൾക്കും കീഴ്പ്പെടാതെ ദൈവകൽപ്പനകൾക്ക് കീഴ്പ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. 3-ാം ദൂതൻ വിളിച്ചു പറയുന്നു, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അടിയങ്ങൾ ഈ നാളുകളിൽ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേട്ട് മനസ്സിലാക്കി അത് പ്രമാണിച്ച് ദൈവവചനത്തിന് കീഴ്പ്പെടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി പ്രിയ മക്കളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ, ആവശ്യങ്ങളിരിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. തുടർന്നും വരുന്ന എപ്പിസോഡുകളിൽ നാം ഈ വിഷയം തന്നെ തുടർന്ന് ചിന്തിക്കുന്നതായിരിക്കും. തിരുവചനത്തിലെ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാ ഞായറാഴ്ചയും 6:30 ജയ് ഹിന്ദ് ചാനലിലൂടെയുള്ള ഈ സംപ്രേഷണം കേൾക്കുവാനായിട്ട് മറക്കരുത്. മറ്റുള്ളവരോട് പറയുവാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത്, ഞങ്ങളുടെ കൈവശം കഴിഞ്ഞ നാളുകളിൽ ജയ് ഹിന്ദ് ചാനലിൽ സംപ്രേഷണം ചെയ്ത വിവിധ പ്രസംഗങ്ങളുടെ DVD-കൾ ഉണ്ട്. ഇതാ ഒരു DVD, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം.
നമുക്കെല്ലാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഈ DVD-ക്കകത്തുണ്ട്. എങ്ങനെ ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും? ഏകദേശം 15ഓളം പ്രസംഗങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്കിത് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ആരാധന എന്നുള്ള ഒരു DVD. എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം? വ്യവസ്ഥ പ്രകാരമുള്ള ആരാധന, ബുദ്ധിയുള്ള ആരാധന. എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എന്ന് ആരാധിക്കണം, ഇങ്ങനെ ആരാധനയെപ്പറ്റി എല്ലാം അടങ്ങിയ DVD-യാണ്. ഇതുകൂടാതെ മറ്റ് DVD-കളും ഞങ്ങളുടെ കൈവശമുണ്ട്. കർത്താവിൻ്റെ രണ്ടാം വരവ്, ന്യായവിധി, മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ, ദൈവരാജ്യം അവകാശമാക്കാത്തവർ, ആത്മാവിൻ്റെ ഫലം, ഇങ്ങനെ 8 DVD-കൾ ഞങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് അയച്ചു തരുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫോൺ നമ്പരും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ദൈവവചനം പഠിക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രീ PC സ്കറിയ രചിച്ച ഒരു വിലയേറിയ ഗ്രന്ഥം ഞങ്ങളുടെ കൈവശമുണ്ട്, അന്യഭാഷ. ഇത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് തരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് കൂടാതെ തന്നെ മറ്റൊരു പുസ്തകവും ഞങ്ങളുടെ കൈവശം ഉണ്ട്. ഇതും ശ്രീ PC സ്കറിയ രചിച്ച ഇത് തിരുവചന സത്യം എന്ന ഗ്രന്ഥമാണ്. ഈ 2 പുസ്തകങ്ങളും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ അഡ്രസ് വ്യക്തമായും പൂർണ്ണമായും താഴെ കാണുന്ന നമ്പറിൽ SMS ചെയ്യുക. പ്രവചന ശബ്ദം കുടുംബമാസിക തിരുവചന സത്യത്തിൽ നടക്കുവാൻ നിങ്ങൾക്കൊരു മാർഗദർശി. ദൈവവചനത്തെ വളച്ചൊടിക്കാതെ അവതരിപ്പിക്കുന്നു. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം. ആവശ്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495555082. ഞങ്ങളുടെ വിലാസം ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ്, പുത്തൻതറയിൽ ഹൗസ്, നിയർ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. പിൻകോഡ് 689101.